42 വർഷങ്ങൾക്ക് ശേഷം പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് വീണ്ടും സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലും നിറഞ്ഞാടുകയാണ്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കഥകളാണോ സത്യം, അതോ യഥാർത്ഥ സത്യം മറ്റൊന്നാണോ? നമുക്ക് ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങളും വിശ്വസനീയമായ റിപ്പോർട്ടുകളും മാത്രം അടിസ്ഥാനപ്പെടുത്തി ഈ വിഷയം ഒന്ന് പരിശോധിക്കാം. ആയിരത്തി 1984 നടന്ന ചാക്കോ വധക്കേസിൽ ആ കേസിലെ പ്രധാന പ്രതിയായി പേര് പറയപ്പെട്ട സുകുമാരക്കുറുപ്പ് ഒളിവിലായി. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. എന്നാൽ ഒളിവിലായി വർഷങ്ങൾ കടന്നുപോയിട്ടും സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താനായില്ല. ഈ കേസിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പ്രതിയെ പലയിടത്തും കണ്ടതായി നിരവധി മൊഴികൾ പോലീസിന് ലഭിച്ചിരുന്നു. അവയിൽ പലതും പിന്നീട് സ്ഥിരീകരിക്കപ്പെടാതെ പോയി. പക്ഷേ വിവിധങ്ങളായ മൊഴികളുടെ ഫലമായി അന്വേഷണ സംഘം വിവിധ ദിശകളിൽ അന്വേഷണം നടത്തേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെയിരിക്കെ പോലീസിന് ഒരു കത്ത് ലഭിക്കുന്നു. കത്തിലെ ഉള്ളടക്കത്തിൽ ജാർഖണ്ഡിലെ ബൊക്കാറോയിൽ ആശുപത്രിയിൽ വെച്ച് സുകുമാരക്കുറുപ്പിനെ കണ്ടതായി നഴ്സിംഗ് വിദ്യാർത്ഥിനിയും മലയാളിയും സുകുമാരക്കുറുപ്പിനെ മുൻപ് നേരിട്ട് കണ്ടിട്ടുമുള്ള രത്നമ്മയുടെ സാക്ഷ്യപത്രമായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് നേരിട്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തി. അവർ കണ്ട വ്യക്തി സുകുമാരക്കുറുപ്പാണെന്ന് താൻ തിരിച്ചറിഞ്ഞതായി അന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ ആ മൊഴിക്ക് ശേഷം സുകുമാരക്കുറുപ്പിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന പുതിയ നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ ഈ കേസ് വീണ്ടും വാർത്തകളിൽ നിറയാൻ പ്രധാന കാരണം വർഷങ്ങളായി തീർപ്പാകാതെ കിടക്കുന്ന കേസുകളുടെ അവലോകനത്തിന്റെ ഭാഗമായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് സുകുമാരക്കുറുപ്പ് കേസ് വീണ്ടും പരിശോധിക്കപ്പെടുന്നതാണ്. ആ നടപടിയുടെ ഭാഗമായാണ് ഇപ്പോൾ നാട്ടിൽ താമസിക്കുന്ന രത്നമ്മയെ ക്രൈംബ്രാഞ്ച് വീണ്ടും സമീപിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. അപ്പോഴും അവർ മുൻപ് നൽകിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും നൽകിയത്. ഇവിടെയാണ് വലിയ തെറ്റിദ്ധാരണ രൂപപ്പെട്ടത്. സമൂഹ മാധ്യമങ്ങളിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തി, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിഞ്ഞു, ദൃക്സാക്ഷിയുടെ മൊഴിയെടുത്തു എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. എന്നാൽ ഇപ്പോൾ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തിയെന്നോ ഇല്ലെന്നോ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നോ ഇല്ലെന്നോ യാതൊരു വിവരവുമില്ല. നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് പഴയ കേസുകളുടെ അവലോകനത്തിന്റെ ഭാഗമായി ഈ കേസ് വീണ്ടും പോലീസ് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഒരു പ്രധാന സാക്ഷിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയെന്ന കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ സമൂഹ മാധ്യമ പ്രചാരണങ്ങളെക്കാൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. സുകുമാരക്കുറുപ്പ് കേസ് ഇന്നും കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നായി തുടരുകയാണ്. ഉത്തരം ലഭിക്കാത്ത ആ ചോദ്യം ഇന്നും അതേപടി തന്നെ നിലനിൽക്കുന്നു. സുകുമാരക്കുറുപ്പിന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു? ആ ചോദ്യത്തിനുള്ള ഔദ്യോഗിക ഉത്തരം ഇന്നും ലഭിച്ചിട്ടില്ല. ദി ഹെറിറ്റേജ് ഫയൽസിൽ മറ്റൊരു ചരിത്ര മുഹൂർത്തവുമായി വീണ്ടും കാണാം.